ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രജനീറ്റ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണണം. അപ്പോൾ പനീർ സ്നോ ബോൾസ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി റെസിപ്പിയാണ്. പനീർ കൊണ്ട് അപ്പോൾ നമ്മുടെ പാല് പിരിച്ച് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പ്രൈഡ് എന്നുള്ളത് നമ്മുടെ ഓറഞ്ച് കവറിൽ വരുന്നത്. നല്ല തിക്കായിട്ടുള്ള നമ്മുടെ പ്രീമിയം പാല് കിട്ടുവാണെങ്കിൽ നല്ല തിക്ക് പാല്. അപ്പോൾ ഒരു ഗ്രീൻ പാക്കറ്റിലൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഗ്രീൻ പാക്കറ്റിലാണ് നല്ല കട്ടിയായിട്ടുള്ള പാല് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ പ്രൈഡ് എന്നുള്ളത് മിൽമ പ്രൈഡ് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുവാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിത് കവർ പൊട്ടിച്ചിട്ട് നമുക്ക് ചൂടാവാൻ വയ്ക്കാം. അപ്പോൾ പാലൊന്ന് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരട്ടെ. ഇതിൽ വെള്ളമേ ഒഴിച്ചിട്ടില്ല, പാല് മാത്രമാണ്. അപ്പോൾ നമുക്ക് പാല് പൊങ്ങാനായിട്ട് അനുവദിക്കാം കേട്ടോ ചൂടാക്കുമ്പം. പിന്നെ ഇതിൽ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. എന്ന് ചൂട് കയറി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം പാല് മാത്രമേ ഉള്ളൂ, അപ്പോൾ അടി പിടിക്കേണ്ട. പിന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടും. 1/2 ലിറ്ററേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇത് വളരെ കുറച്ച് ചെറിയ ചെറിയ ബോൾസായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ 2 ലിറ്ററിലൊക്കെ ഉണ്ടാകാവുന്നതാണ്. എന്നാലേ നമുക്ക് വീട്ടിലിപ്പോൾ എത്ര അംഗങ്ങളുണ്ടെന്നനുസരിച്ച് ആദ്യം നമുക്ക് ചെറിയൊരു അളവിൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നീട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലിലൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണും. അപ്പോൾ എത്ര എണ്ണം കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ എടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എത്ര പനീർ കിട്ടുന്നത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇവിടെ പാല് പൊങ്ങി വന്നപ്പോൾ ഞാൻ ലെമൺ ജ്യൂസാണ് കേട്ടോ ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിനാഗിരിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 1/4 നാരങ്ങയുടെ നീരാണ് ഞാനിതിലേക്ക് ഒഴിച്ച് ഞാൻ പാൽ പിരിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് നല്ല ചൂടുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പാല് പൊങ്ങി വന്നതിന് ശേഷം വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് പാൽ ആറാൻ വെച്ചതിന് ശേഷം തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് അതിലൊഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു 1/4 നാരങ്ങ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. അതിപ്പോൾ ഈ ലെമണിലുള്ള ജ്യൂസിൻ്റെ അളവ് പോലെ ഇരിക്കും. ചിലപ്പോൾ 1/2 ലെമണൊക്കെ മതിയെന്ന് വരാം. ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ലെമണിൻ്റെ നീരനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കൂളായിട്ടുണ്ട് ഈ പനീറും. അപ്പോൾ ഞാനത് അങ്ങ് അരിച്ചെടുക്കുവാണ്. ചിലർ പറയണ കേൾക്കാം, ഈ നമ്മുടെ ഇപ്പോൾ പാല് പിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ളത്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നന്നായി അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഇച്ചിരി അകലമുള്ള നമ്മുടെ നൂലിഴകൾ അകലമുള്ള ഇതിലോ അല്ലെങ്കിൽ മൽമൽ തുണി വാങ്ങുവാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പോർഷൻ ആദ്യം ഒരു 1/2 പോർഷൻ ഇതിൽ നിന്നും മാറ്റി വയ്ക്കുവാണ്. എന്നിട്ട് ആദ്യത്തെ ഞാൻ പൊടിച്ചിരിക്കുന്ന ആ പോർഷൻ നന്നായിട്ടങ്ങ് തേച്ച് നമുക്ക് നല്ല മയം വരുത്താം. അപ്പോൾ മയം വരുത്തി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡും എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കുറച്ച് നല്ല ഞാനൊരു വളരെ ലോ മീഡിയം, പനീറിന് നമുക്ക് വലിയ മധുരമൊന്നുമില്ല. പിന്നെ നമ്മൾ വിനേഗർ ഇട്ടിട്ട് അല്ലെങ്കിൽ നാരങ്ങാ നീര് ഒഴിച്ചിട്ടാണല്ലോ. അപ്പോൾ ചെറിയൊരു നേരിയൊരു പാലിൻ്റെ ഒരു എഫക്റ്റ് കുറച്ചൊന്നും മാറിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്തിരി പഞ്ചസാരയും ഞാൻ എത്ര അളവ് പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിലുള്ള മധുരം ചേർക്കുക. ഞാനിപ്പോൾ ചേർക്കുന്ന അളവിൽ വളരെ കുറഞ്ഞ ഒരു മധുരമേ കിട്ടുള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ ധാരാളം ചേർത്തോളൂ കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ നന്നായിട്ടങ്ങ് സോഫ്റ്റ് ആക്കണം, തേച്ചങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ ഇതങ്ങനെ നമ്മളിതിൽ മൈദയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ ടോപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വിട്ട് വരാൻ പാടാണ്. അപ്പോൾ ആദ്യം നമുക്ക് നല്ലോണം അങ്ങനെ സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ കട്ടിംഗ് ബോർഡിൽ നിന്ന് നമുക്ക് വിരൽ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇങ്ങനെ വിടിവിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ബോളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ബോൾ ഒരെണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 2 ലിറ്ററെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ട്, നല്ല മധുരമുള്ള കോക്കനട്ട് നമ്മളൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിന് നമുക്ക് റോൾ ചെയ്ത് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ഇച്ചിരി പഞ്ചസാര പൊടിച്ചത്, അതിനോടൊപ്പം നമുക്ക് പാൽപ്പൊടി, നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഇതിൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമ്മൾക്ക് സ്പ്രിങ്ക്ലേഴ്സ് വാങ്ങാൻ കിട്ടില്ല, നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഇടുന്നത്, അങ്ങനെ കളർഫുള്ളും ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്തോളൂ കേട്ടോ. സ്നോ ബോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വൈറ്റ് കളറായിട്ട് കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിൽ തന്നെ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുക. വളരെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് കേട്ടോ. എന്നതിന് ശേഷം ഇത് നമ്മളെല്ലാം നമ്മുടെ ഈ മിൽക്ക് പൗഡറിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, നന്നായിട്ടങ്ങ് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഒരു 1 ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പോൾ ഇപ്പോൾ കഴിച്ചു കഴിയുമ്പം നമുക്ക് വളരെ അങ്ങ് സോഫ്റ്റായി അങ്ങ് അലിഞ്ഞു പോവും. കുറച്ച് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് നല്ല രീതിയിൽ അത് മെൽറ്റ് ചെയ്ത് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ, പനീർ നല്ല ടേസ്റ്റായിട്ട് നമുക്കങ്ങ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു 1 ഹവറെങ്കിലും അത് ഫ്രിഡ്ജിൽ നമ്മൾ മേളത്തെ തട്ടിൽ, ഫ്രീസറിൽ വെക്കേണ്ട, നമ്മൾ പാലൊക്കെ സൂക്ഷിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് നമുക്കങ്ങ് കുറച്ചുകൂടെ തണുപ്പിച്ചൊക്കെ എടുക്കാം. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡൊക്കെ അതിലേക്ക് പോർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുക്കുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇങ്ങനൊരു റെസിപ്പി നിങ്ങൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് രജനി കിച്ചൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പനീർ ബോൾസാണ്, പനീർ സ്നോ ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രൈ ചെയ്യില്ലേ എല്ലാവരും? അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ സ്നോ ബോൾസൊക്കെ റെഡിയായി. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം രജനി. താങ്ക് യു ഫോർ വാച്ചിങ്.